അവിലും ഈത്തപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കട്ടോ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒരു ഇമോജി കമൻ്റ് ആയിട്ട് ഇടണേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ, കുറച്ച് മാത്രം മതി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അവിലില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഏത് ടൈപ്പ് അവിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പം ഇവിടെ എടുത്തത് വെള്ള അവിലാണ്. നമുക്ക് ഒന്ന് ഞെരിവ് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഇളക്കുന്ന സമയത്ത് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അവിലിവിടെ നല്ലോണം ചൂടായിട്ട് നല്ല ഞെരിവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ കുരു കളഞ്ഞ ഈത്തപ്പഴമില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും ഈത്തപ്പഴം എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് അവരിനനുസരിച്ച് ഈത്തപ്പഴം എടുക്കുക. ഇതിനങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൽ നമ്മളങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനനുസരിച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം മധുരം എത്ര വേണോ അത്ര ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ച് നല്ല നെയ്യാക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇതേപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അധികം നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. നമ്മൾ പഴമൊക്കെ വാട്ടുന്നില്ല, അതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചെറുങ്ങനെ ഒന്ന് ഉടഞ്ഞു വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാനിന് മാത്രം മതിയാവും കേട്ടോ. വേറെ പാത്രവും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിലും നല്ല നെയ്യ് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ വലിയുള്ളി കേട്ടോ, ഒരു അരമുറി വലിയുള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയുള്ളി നല്ല നൈസാക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നാലാണ് പെട്ടെന്ന് തന്നെ ഇത് കളറൊന്ന് മാറി വരിക. ഇതൊന്ന് കളറൊന്ന് മാറി വരണം കേട്ടോ, ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കളറൊന്ന് മാറി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് അത്യാവശ്യം കളറ് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഏലക്ക ഞാൻ ചതുക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ കരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഏലക്കൻ്റെ ടേസ്റ്റും ഒന്ന് വരണം കേട്ടോ. എന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചിക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഞാൻ ചിക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതിയാവും പഞ്ചസാര. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതിന് അനുസരിച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മുട്ട ഒന്നും കൂടി ഇതേപോലെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ തേങ്ങ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇതേപോലെ കാണുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഇത് ഈ ഒരു മുട്ട മിക്സിൻ്റെ അകത്തൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക.
തേങ്ങൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക. അതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വെന്ത് വന്നോട്ടെ. ഇനി ഇതാ നമുക്ക് നേരത്തെ വറുത്ത് വെച്ച അവിൽ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തേങ്ങ പൊടിച്ച ഒരു ജാറാണ് കേട്ടോ, അതാണ് തേങ്ങ കാണുന്നത് അതിൽ. അപ്പോൾ ഇതാ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ അവിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വാട്ടി വെച്ച ഈത്തപ്പഴമില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലോണം അടിച്ചെടുക്കുക. ഇത് ആ ഒരു പൊടിൻ്റെ അകത്ത് നല്ലോണം മിക്സ് ആകുന്നത് വരെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അത് നല്ലോണം മിക്സായി വന്നോളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പഞ്ചസാര അതുപോലെ തന്നെ ശർക്കരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഈത്തപ്പഴം ഉണ്ട് എന്നും കൂടി അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു ഉള്ളി മിക്സിലെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അധികം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് പച്ചമണം പോയി കിട്ടിയാൽ മതി കേട്ടോ തേങ്ങൻ്റെ. ഇനി ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. കുറച്ച് നേരം ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ ഒരു ചൂട് ഇതിലേക്ക് തട്ടുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം മുഴുവൻ പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉരുള പിടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. വൈകുന്നേരം കട്ടൻ ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കിഡിലുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലാണല്ലോ കേട്ടോ, അതിൻ്റെ ഒരു ടെക്സ്ചറാണുള്ളത്. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് 2-3 ദിവസം വെച്ചാൽ കേട് കൂടാണ്ട് വെക്കട്ടോ, ഇത് കേടാവുകയില്ല. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് പിന്നെ ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനൊന്നും മറന്നു വെറുതെ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ റെസിപ്പിയുമായി കാണാം.